നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നാളെ മുതൽ എന്താണ് കൃത്യസമയത്ത് തന്നെ രാവിലെ ഫുൾ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുകയെ മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ചിപ്പിമോള് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ചിപ്പിമോൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കാരണം ആദ്യം ഇപ്പം ചിപ്പിമോളോട് പഴയതുപോലെ അല്ല പെരുമാറുന്നത്. ആദ്യയുടെ ആ പെരുമാറ്റത്തിൽ ഒത്തിരി മാറ്റമുണ്ടെന്ന് ചിപ്പിമോൾ വന്നിട്ട് ഇഷിതയോട് പറഞ്ഞു. പിന്നീട് ഇഷിത പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ ചേട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അറിയാലോ ചേട്ടനും ഇനി ചിപ്പിമോൾക്ക് ഒരുമിച്ച് വേണം സ്കൂളിലേക്ക് ഇവിടുന്ന് പോകാനായിട്ട് എന്നൊക്കെ പറയണം. ആ സമയം ചിപ്പിമോൾ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, ആദ്യേട്ടൻ എന്നോട് ഇപ്പം ഭയങ്കര സ്നേഹമാണെന്ന് പറയണം. ആ സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വന്നു. മഹേഷ് വന്നിട്ട് ചെന്താ അമ്മയും മോളും കൂടെ ഒരു വർത്താനം ചോദിക്കുക. അത് പിന്നെ ഞാൻ ആദ്യേട്ടനെ കുറിച്ച് പറയായിരുന്നു അമ്മയോട്. അല്ല ആദ്യയെക്കുറിച്ച് ഇപ്പം എന്താ എത്ര പറയാനെന്ന് ചോദിക്കണം. അത് പിന്നെ ആദ്യേട്ടനെ സ്കൂളിൽ ഇപ്പം എന്നോട് നന്നായിട്ട് വന്ന് സംസാരിക്കും. ക്ലാസ് വെച്ച് ഇൻ്റർവെൽ സമയത്തൊക്കെ എൻ്റെ അടുത്തേക്ക് ഓടി വരും. പിന്നെ കുറേ സമയം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയാം. അത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു, ആണോ, അങ്ങനെയാണെങ്കിൽ ആദ്യം മോള് വേണം ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനെന്ന് പറയണം. അത് കേട്ടപ്പോൾ ചിപ്പി മോള് പറഞ്ഞു, കൊണ്ടുവരികയൊക്കെ ചെയ്യാം, പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഡാഡി എന്ന് പറയാം. അതെന്താ, അതിനൊക്കെ കുറച്ച് സമയം വേണ്ടി വരും എന്ന് പറയാം. പിന്നീട് ഇഷിതയോട് പറഞ്ഞു, അമ്മേ നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമുണ്ടെന്ന് നിൽക്കും. അതില്ല എന്ന് പറയണം. അതെ ആദ്യേണ്ണ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ ഇത്ര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യേണ്ണേ ആ രചനാമ്മയുടെ അടുത്തുനിന്ന് പോരാൻ ഇത്തിരി മടിയാ. പക്ഷേ എങ്കിൽ ഞാൻ ആദ്യേണ്ണ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുമെന്ന് പറയാം, എൻ്റെ ഡാഡിയുടെ അമ്മയുടെ അടുത്തേക്കെന്ന് പറയാം. അത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മോള് മിടിക്കുകയെന്ന് ഞാൻ പറയും. അപ്പോൾ എന്താ ഞാനിപ്പം മിടിക്കല്ലേ നിൽക്കും, ഇപ്പം മിടിക്കുകയാണ്, അപ്പോഴൊന്നുകൂടെ മിടിക്കായിരിക്കും എന്ന് പറയണം. എനിക്കറിയാമെന്നൊക്കെ പറയണം. പിന്നീട് ഇഷിത ചിപ്പിമോട് പറഞ്ഞു, അതെ ആദ്യേട്ടനോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറയണം. അമ്മ പഠിപ്പിച്ചിട്ടില്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയാന്ന്, അതൊക്കെ പറഞ്ഞു കൊടുക്കണം. വഴക്കുണ്ടാക്കാൻ പോവരുത്, മൂത്തോട് ചീത്ത പറയരുത്, അങ്ങനെയൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറയാം. അതൊക്കെ ഞാൻ പിന്നെ ഇടയ്ക്ക് പറയാറുണ്ട്. എൻ്റെ അമ്മ പാവാണ്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ആദ്യേട്ടൻ അതൊക്കെ കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ദേഷ്യമൊക്കെ ആയിരുന്നു, ഇപ്പം അത്രയ്ക്ക് വലിയ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല അമ്മ എന്ന് പറയണം. അത് കേട്ടതും മഹേഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമായിരിക്കുമല്ലോ ഇഷിത എന്ന് ചോദിക്കുക. പിന്നല്ലാതെ. പിന്നീട് ചിപ്പിമോൾ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ആദ്യക്ക് ഇത്ര മാറ്റം ഉണ്ടാവുന്ന. ആദ്യം ചിപ്പിമോളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതിനൊരു വലിയ കാര്യമാണെന്ന് പറയണം. ഇഷിത പറഞ്ഞു, സ്നേഹിക്കാതിരിക്കാൻ പറ്റുമല്ലോ, സ്വന്തം ചോരയല്ലേ, എത്ര കാലം അവരെ തമ്മിൽ അകറ്റി നിർത്താനായിട്ട് പറ്റും എന്നൊക്കെ പറയണം. ആ സമയം കിടന്നിട്ട് രചനയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. രചന ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. ആകാശിച്ച്, എന്താ രചന, നീ എന്താ ഉറങ്ങാത്തതെന്ന് ചോദിക്കും. എനിക്കെന്തോ ഉറക്കം വരുന്നില്ല എന്ന് പറയാം. അതെ ഇനിയിപ്പം നിനക്ക് ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും എന്ന് പറയാം. അതെന്താ, അല്ല നിനക്ക് ചിപ്പിമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേ, അപ്പം ഉറക്കം എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിക്കണം, എങ്കിൽ മാത്രം അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ എന്ന് പറയണം. അത് കേട്ടപ്പോൾ രചന പറഞ്ഞു, എൻ്റെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ടെന്ന് പറയാം, നാളെ ഞാൻ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അത് കേട്ടതും ആകാശോട്, ഞാനും കൂടെ വരാം. ചിപ്പിമോളെ സ്വന്തമാക്കാനായിട്ട് ചില നമ്പറുകളൊക്കെ ഇറക്കാതെ പറ്റില്ല. ആദ്യയോട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണെന്നല്ല പറഞ്ഞു ചിപ്പിക്ക്. അതെ ആദ്യക്കും അതുപോലെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ചിപ്പിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ എളുപ്പമായിരിക്കും. രചന, നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, സ്കൂളിൽ ചെല്ലണ ഇടയ്ക്ക് ചിപ്പിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചിട്ട് കാര്യമുള്ളെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു. ആ ഇഷിത അവളുടെ നാശമാണ് എനിക്ക് വേണ്ടത്. ചിപ്പിയും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആകാശയെ നോക്കിക്കോ, ഇഷിതയും മഹേഷും തകർന്നു പോകും. പിന്നെ ഈ മഹേഷിനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകത്തില്ല എന്ന് പറയണം. അതുകൊണ്ട് ഇപ്പോൾ ആകാശം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ അത് പ്രാക്ടിക്കൽ ആകാൻ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, നാളെ ആട്ടെ, നാളെ നേരം വിളിക്കട്ടെ എന്നൊക്കെ പറയാം. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ആദ്യം ഒരുക്കി സ്കൂളിലേക്ക് വിട്ടു രചന. അതിനുശേഷം രചന ആദ്യയോട് പറഞ്ഞു, അതെ ചിലപ്പോൾ ഇന്ന് അമ്മ മോൻ്റെ സ്കൂളിലേക്ക് വരുമായിരിക്കും എന്ന് പറയാം. അതെന്താ അമ്മ അങ്ങനെ? ചുമ്മാ എനിക്ക് മോൻ്റെ സ്കൂളിൽ വന്നിട്ട് കുറച്ച് ദിവസമല്ലേ, ടീച്ചേഴ്സിനെ കാണണം, അത് മാത്രമല്ല ചിപ്പിമോളെ എനിക്കൊന്ന് കാണുകയും ചെയ്യാമെന്ന് പറയാം. പിന്നെ ചിപ്പിമോളോട് മോനി കാര്യമൊന്നും പറയണ്ട കേട്ടോ എന്ന് പറയണം. ശരി ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ ആദ്യം ഇങ്ങോട്ടേക്ക് പോയി. പിന്നീട് ആകാശിൻ്റെ അടുത്ത് പറഞ്ഞു, ആകാശെ നമുക്ക് സ്കൂൾ വരെ പോകണമെന്ന് പറയാം. അതെന്താ പോകണം, അവനിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റിയ സമയമാണെങ്കിൽ നമ്മളത് ഒരിക്കലും ഇല്ലാതാക്കി കൂടാന്ന് പറയാണ്. ഈ സമയത്ത് പിന്നീട് മഹേഷും ഇഷിതയും കൂടെ പതിവ് പോലെ തന്നെ ഹോസ്പിറ്റലിലേക്കും ഒരാൾ ഓഫീസിലേക്കും പോവാണ്. അപ്പോഴേക്കുമാണ് രാമനാഥനെ കാണാനായിട്ട് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇനിയിപ്പോൾ സുചിത്രയുടെ കാര്യം ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചുകൂടാ, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രാമനാഥൻ പറഞ്ഞു, ആഹാ ഇതാര്, മാഷൊക്കെ ആര് വാ മാഷേന്ന് പറയണം.
അപ്പോഴേക്കും സ്വപ്നവല്ലി അങ്ങോട്ട് വന്നു. സ്വപ്നവല്ലിക്കാണെങ്കിൽ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ആ മുമ്പത്തെ ആ പ്രശ്നം അത് അത്ര ഇങ്ങോട്ട് കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മനസ്സ് നിറയെ ദേഷ്യമായിരുന്നു. ഇഷ്ടതയല്ല തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞിട്ടും ദേഷ്യമാണ്. കാരണം സുമിത്രയും വിനോദം തമ്മിൽ ഇഷ്ടത്തിനാണല്ലോ, അതാണ് പ്രധാന പ്രശ്നം. പിന്നെ രാമനാഥൻ ചോദിച്ചു, എന്താ മാഷൊരു കാര്യമില്ലാതെ ഇങ്ങോട്ട് വരില്ല എന്ന് എനിക്ക് അറിയാമെന്ന് പറയാം. അത് പിന്നെ സുമിത്രയുടെ വിനോദിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാന്ന് പറയാം. രാമനാഥൻ പറഞ്ഞു, എനിക്ക് പൂർണ്ണ സമ്മതം, എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി, എപ്പോൾ വേണമെങ്കിലും ഞാൻ സമ്മതമാണെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വപ്നവല്ലി ഒന്നും മിണ്ടാതിരുന്നപ്പോഴത്തേന് മാഷ് ചോദിച്ചു, അല്ല സ്വപ്നവല്ലിയുടെ അഭിപ്രായം എന്താ, ഒന്നും പറഞ്ഞില്ല എന്ന് പറയണം. ഞാൻ എന്ത് പറയാനാ, അവർ ഇഷ്ടത്തിലല്ലേ, അല്ല സ്നേഹിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ന് പറയണം. സ്നേഹിച്ചോണ്ടായില്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രാമനാഥൻ ചോദിച്ചു, അതെന്താ സ്വപ്നം നീ ഇപ്പം അങ്ങനെ ഒരു പറച്ചിൽ പറയണേ, അല്ല ഇഷ്ടപ്പെട്ടെന്ന് കരുതിയിട്ട് അതെ നീ കൂടുതലൊന്നും പറയണ്ട. ഡേ മാഷേ, ഞാൻ ഒരു കാര്യം പറയാം, അവർക്ക് പരസ്പരം ഇഷ്ടമല്ലേ, ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്ത് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒന്നാവും, ഇനി അവർക്ക് വേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലോ എന്ന് പറയാം. അതെ. പിന്നീട് മാഷ് പറഞ്ഞു, അവളുടെ വീട്ടിൽ ഞങ്ങൾ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്, സുചിത്രയുടെ വീട്ടിൽ. അപ്പോൾ അവർക്കും താല്പര്യക്കുറവൊന്നുമില്ല, സംഭവം തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. പിന്നെ ഇവിടെ ഒന്ന് വന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം എല്ലാവരോടും പറയാനായിട്ട് എന്ന് കരുതിയിട്ടെന്ന് പറയണം. നമുക്ക് ഒത്തിരി വലിയ രീതിയിൽ അല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കല്യാണം നടത്തട്ടെന്ന് ചോദിക്കുക. രാമനാഥൻ പറഞ്ഞു, പിന്നെ വേണ്ടേന്നോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കല്യാണം നടത്തണമെന്ന് പറയണം. അത് കേട്ടപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു, എന്തോ എനിക്ക് അത്ര ഞങ്ങൾ താല്പര്യം വരുന്നില്ലെന്ന് പറയണം. എന്താ സ്വപ്നം, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാമനാഥൻ മാഷിനോട് പറഞ്ഞു, മാഷെ ഒന്നും കാര്യമാക്കണ്ട, ഇവളുടെ സ്വഭാവം അറിയാലോ, ഇനിയിപ്പം നീ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും സ്വപ്നവല്ലി കല്യാണം നടക്കാതിരിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയാം, അവർ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലാണ്. അവരൊരു മാലയിട്ടാണെങ്കിലും അവർ രണ്ടുപേരും ഒന്നാവും. പിന്നെ നാണക്കേട് നിനക്ക് തന്നെ ആയിരിക്കും. നീ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ നിന്നെ ആൾക്കെല്ലാം കളിയാക്കും. അതിൻ്റെ കാര്യമുണ്ടോ സ്വപ്നവല്ലി? അതുകൊണ്ട് എല്ലാവരുമായിട്ട് യോജിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുകയാണ്. സ്വപ്നവല്ലിക്ക് അതിനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. സ്വപ്നവല്ലിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താനിവിടെ നാണം കെടുകയുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൈലാസ് അങ്ങോട്ട് കയറി വരുന്നത്. കുറേ നാളത്തിന് ശേഷമാണ് അങ്ങോട്ട് കയറി വരുന്നത്. കൈലാസാണെങ്കിൽ ഇപ്പോൾ കൈലാസ സ്വാമികളായിട്ട് മാറിയിരിക്കുമല്ലോ. അങ്ങനെ കൈലാസനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷം നോക്കി ഇരുത്തിയോ ഇവൻ കള്ളസന്യാസി വന്നിരിക്കുന്നു. ആ സമയത്ത് ഈ സ്വപ്നം എഴുതിട്ട്, അയ്യോ മോനെന്താ മോനെ ഈ സമയത്ത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു, അതെ എങ്ങനെയുണ്ട് കൈലാസ, സുഖമാണെന്ന് ചോദിക്കാം. അതെ കുഴപ്പമില്ലാതെ പോകുന്നു അച്ഛാന്നൊക്കെ പറയണം. പിന്നീട് ചോദിച്ചു, അല്ല എന്തിയെ മഞ്ജുമ എന്തിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം സ്വപ്നവല്ലി പറഞ്ഞ്, മഞ്ജുമ പുറത്തു വരെ പോയേക്കുക, മോനൊരു കാര്യം ചെയ്യാം, മോനിവിടെ ഇരിക്കുക, ഞാൻ ചായ എന്തെങ്കിലും എടുക്കാമെന്ന് പറയാം. അയ്യോ വേണ്ടമ്മേ, എനിക്ക് ചായയും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറയണം. മാഷി ചോദിച്ചു, അതെന്താ ഇപ്പം കൈലാസ സ്വാമികളായതിനു ശേഷം ചായയും കാപ്പിയൊന്നും കുടിക്കില്ലേന്ന് ചോദിക്കുക. അത് പിന്നെ മാഷെ അതുകൊണ്ടല്ലെന്ന് പറയണം. ഭയങ്കര ഭവ്യതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അവൻ്റെ കള്ളത്തരൊക്കെ എന്താണല്ലോ അറിയാലോ. പിന്നീട് രാമനാഥനോട് ചോദിച്ചു, അല്ല എന്തായാലും എല്ലാവരും ഭയങ്കര ചർച്ചയിലാണല്ലോ, എന്തോ ഒരു സന്തോഷകര കാര്യമാണല്ലോ ചർച്ച ചെയ്യണമെന്ന് ചോദിക്കാം. അത് കേട്ട് ഞാൻ മാഷ് പറഞ്ഞു, വലിയ ദിവ്യനാന്നല്ലേ പറയണേ, സ്വാമി എന്നല്ലേ പറയുന്നത്, കാര്യം എന്താ വെച്ചാൽ പറയാണ്. ഒരു നിമിഷം കൈലാസം ഞെട്ടി, ദൈവമേ ഇനി എന്താ പറയണേ, ചിലപ്പോൾ കല്യാണക്കാര്യത്തെക്കുറിച്ച് വല്ലതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും കാര്യമാണോ, എന്താണെന്നറിയത്തില്ല. ആ സമയം രാമനാഥൻ ചോദിച്ചു, എന്താ കൈലാസം നീ ഒന്നും പറയാത്തെ? അത് പിന്നെ ഞാനങ്ങനെ മനസ്സിലായി, അറിയത്തില്ലായിരിക്കും കാര്യം എന്താണെന്നില്ലേ. അതെ ഞങ്ങൾ സുമിത്രയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓ അങ്ങനെയാണല്ലേ. അല്ല ആ കല്യാണം നടക്കാൻ പാടുള്ളതാണെന്ന് നിൽക്കും, അതെന്താ കല്യാണം നടത്താൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് മാഷി ചോദിക്കുക. അല്ല അത് പിന്നെ ഞാനങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, ഇനി ആ കല്യാണം മുടക്കാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, കല്യാണം മുടക്കാനാ? കല്യാണം മുടക്കാനൊന്നും ആരും വരാൻ പോകുന്നില്ല, ഇനിയിപ്പോൾ ആരൊക്കെ മുടക്കിയെന്ന് പറഞ്ഞാലും ആ കല്യാണം നടക്കുക തന്നെ ചെയ്യുമെന്ന് പറയാം. അത് കേട്ടപ്പം കൈലാസം മനസ്സിൽ പറഞ്ഞു, കാണിച്ചു കൊടുക്കാൻ ഞാൻ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ. ഒരു പക്ഷേങ്കിൽ ഈ കല്യാണം മുടക്കുവാണെങ്കിൽ ഏറ്റവും നല്ല അതായിരിക്കും. അങ്ങനെ ഇപ്പോൾ സൂഹിക്കാനായിട്ട് വേണ്ട രണ്ടെണ്ണത്തിന് തനിക്കിട്ട് പണി തന്നാണ് വിനോദ്. അങ്ങനെയാണെങ്കിൽ വിനോദിനായിട്ട് തിരിച്ചൊരു പണി കൊടുക്കണമല്ലോ എന്നൊരു ചിന്തയൊക്കെ കൈലാസിൻ്റെ മനസ്സിലേക്കും വരുന്നുണ്ട്. ഈ സമയം വൈകുന്നേരമായി. പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളെ സ്കൂളിലേക്ക് വിളിക്കാനായിട്ട് ഇഷിതയും മഹേഷും കൂടെയാണ് പോകുന്നത്. ആ സമയത്ത് രജന ആകാശം കൂടെ സ്കൂളിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് ആദ്യയെ കണ്ടു. ആദ്യയെ കണ്ടതിന് ശേഷം ആദ്യമാണ് ചിപ്പിമോളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ചിപ്പിമോളുടെ അടുത്തേക്ക് രചന എന്നിട്ട് രചന മോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പിടിച്ച് കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ചിപ്പിമോൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചിപ്പിമോൾക്ക് സീറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചിപ്പിമോള് വേണ്ടാന്നൊക്കെ പറയാണ്. എനിക്കറിയാം എന്നോടുള്ള ദേഷ്യം കാണല്ലേ വേണ്ടാന്നൊക്കെ പറയണേ. ആ സമയത്ത് ആകാശം കൂടെ വന്നു. ആകാശം വന്നിട്ട് പറഞ്ഞു, മോളെ ഇങ്ങനെ നീ പറയരുത്, നിൻ്റെ ഏട്ടൻ വീട്ടിലുണ്ട്, നീ വീട്ടിലേക്ക് വരണം, നിൻ്റെ ഏട്ടനോടൊപ്പം ആയിരിക്കണം നീ താമസിക്കേണ്ടേ, ഇവർ ഭയങ്കര വിഷമമാണ് നീ വീട്ടിലില്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറയണം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചിപ്പിമോൾക്ക് മനസ്സിലായി ഇവർ കള്ളത്തരം പറയുന്നതാണ്. ചിപ്പി അവിടെ പോയി നിന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ കാര്യങ്ങളും ചിപ്പിമോൾക്ക് ഉണ്ടായിരുന്നു.
പിന്നീട് രചന ചിപ്പിമോളോട് മോളെ അറിയാലോ നിന്റെ അമ്മ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിന്നെ കാണാതെ നീ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിപ്പിമോൾ ഒന്ന് സോപ്പിടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കാണ് ഇഷിതയും മഹേഷും കൂടെ വണ്ടിയും കൂടെ അങ്ങോട്ട് വരുന്നത് ചിപ്പിമോളെ വിളിക്കാനായിട്ട്. അവരെ കണ്ടതും ചിപ്പിമോള് രചനയുടെ കയ്യിൽ നിന്ന് രചനയുടെ കൈ കുതിറിച്ച് നേരെ ഇഷിതയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. പിന്നീട് ഇഷിതയെ കെട്ടിപ്പിടിച്ച് കവളത്തേക്ക് ഉമ്മ വെക്കണം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ രചനയ്ക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം രചന അത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ചിപ്പിമോൾ ഇങ്ങനെ കാണിക്കുമെന്ന്. ഇഷിത വരുന്ന വരവ് കണ്ടോ, അവളെല്ലാത്തിനും കാരണക്കാരി. അവൾ ചിപ്പിമോളുടെ കയ്യിലെടുത്തിരിക്കുക. തന്നെ അവൾക്ക് വേണ്ട, അവൾക്ക് ഇഷിതയെ മാത്രം മതി എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും രചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് ഇഷിതയും മഹേഷും കണ്ടു ആകാശം രചനയും കൂടെ അവിടെ നിൽക്കുന്നത്. അവർക്ക് മനസ്സിലായി ചിപ്പിമോളെ കയ്യിലെടുക്കാണ്ട് പുതിയ തന്ത്രമായിട്ട് അവർ ഇറങ്ങിയിരിക്കുന്നുള്ള കാര്യം. പിന്നീട് മഹേഷ് അങ്ങ് വന്നിട്ട് ചിപ്പിമോളുടെ കയ്യെ പിടിച്ചിട്ട് ചിപ്പിമോളെ കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ കാഴ്ച കണ്ടപ്പം രചനയ്ക്കും ആകാശിനും സഹിച്ചില്ല. എങ്ങനെയെങ്കിലും എന്തെങ്കിലും തന്ത്രം കാണിച്ച് അവളെ സ്വന്തമാക്കണമെന്ന് മനസ്സ് വിചാരിക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.